നിലമ്പൂരിന്റെ നിയുക്ത എംഎൽഎയായി ആര്യാടൻ ഷൗക്കത്ത്. UDF വിജയം 11,005 വോട്ടുകൾക്ക്. ആവേശം നിറച്ച നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ പ്രചാരണ വേളകൾ മറികടന്ന് വോട്ടെണ്ണൽ ദിനത്തിൽ കളം നിറഞ്ഞ് ആര്യാടൻ ഷൗക്കത്ത്. വോട്ടെണ്ണൽ ആരംഭിച്ചതിന് ശേഷം ഒരു നിമിഷം പോലും പിന്നിലേക്ക് പോകുകയോ എതിരാളികൾക്ക് മുന്നേറാൻ അവസരം നൽകുകയോ ചെയ്യാത്ത തിളക്കമാർന്ന വിജയമാണ് ആര്യാടൻ ഷൗക്കത്ത് നേടിയെടുത്തത്. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഇതാദ്യമായാണ് സിറ്റിംഗ് സീറ്റ് നഷ്ടമാകുന്നത്. വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പും നിയമസഭ തിരഞ്ഞെടുപ്പും നേരിടാൻ UDFന് ആത്മവിശ്വാസം പകരുന്നതാണ് നിലമ്പൂരിലേത്. നിലമ്പൂരിലേത് ടീം UDFന്റെ വിജയമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഈ സർക്കാരിനോട് കേരളത്തിലെ ജനങ്ങൾക്ക് വെറുപ്പാണ്. UDF അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100-ലധികം സീറ്റുകളുമായി തിരിച്ചുവരും. ആര്യാടൻ ഷൗക്കത്തിന്റെ മികച്ച വിജയം ടീം UDFന്റെ ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനത്തിന്റെ ഫലമാണ്. 2026-ലെ തെരഞ്ഞെടുപ്പിൽ UDFന്റെ തിരിച്ചുവരവിനു വേണ്ടിയുള്ള ഇന്ധനമാണ് നിലമ്പൂരിലെ ജനങ്ങൾ ഞങ്ങൾക്ക് നൽകിയതെന്ന് അദ്ദേഹം പറഞ്ഞു. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ പരിഹാസ പോസ്റ്റുമായി റെഡ് ആർമി ഫേസ്ബുക്ക് ഗ്രൂപ്പ്. നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിനിടെയാണ് റെഡ് ആർമി ഗ്രൂപ്പിലെ പോസ്റ്റ്. അടിയന്തരാവസ്ഥക്കാലത്ത് RSSുമായി സഹകരിച്ചു എന്ന MV ഗോവിന്ദന്റെ പ്രസ്താവന വിവാദമായിരുന്നു. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഹൃദയാഘാതത്തെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പട്ടം SUT ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയാണ് VS. ആരോഗ്യനില തൃപ്തികരമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. ഉജ്ജ്വല വിജയം സമ്മാനിച്ച നിലമ്പൂരിലെ ജനതയ്ക്ക് നന്ദിയുമായി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. സെമിഫൈനലിൽ UDF വിജയിച്ചു. ഇനി ഫൈനലും വിജയിക്കും എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. പിണറായി വിജയൻ രാജിവെച്ചൊഴിയുകയാണ് വേണ്ടത്. കോൺഗ്രസിന്റെയും ലീഗിന്റെയും UDFന്റെയും മുഴുവൻ പ്രവർത്തകർക്കും ബിഗ് സല്യൂട്ട് എന്നായിരുന്നു ചെന്നിത്തലയുടെ അഭിനന്ദനം. ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും വിജയമാണ് നിലമ്പൂരിലേതെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഇനിയും പിണറായി വിജയൻ അധികാരത്തിൽ തുടരാൻ ധാർമ്മികമായ അവകാശമില്ലാതായിരിക്കുന്നു. ഇടതുമുന്നണി ഗവൺമെന്റ് കേവലം ഒരു കാവൽ മന്ത്രിസഭയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ജനങ്ങൾ ഈ ഗവൺമെന്റിനെ പരിപൂർണമായി തിരസ്കരിച്ചിരിക്കുകയാണ്. പിണറായിസത്തിനും മരുമോനിസത്തിനുമെതിരാണ് ജനവിധിയെന്നും സർക്കാരിന്റെ വിലയിരുത്തലാണെന്നും PV അൻവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പിണറായി വിജയൻ വർഗീയമായി വോട്ട് പിടിക്കാൻ നോക്കി. ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം നഷ്ടമായി. അൻവർ 2000 വോട്ട് പിടിക്കുമെന്ന് പറഞ്ഞവർക്കുള്ള മറുപടിയാണ് തനിക്ക് കിട്ടിയ 20,000 വോട്ട്. എല്ലാവരും ഒരുമിച്ച് നിന്നാൽ പിണറായി വിജയന് താഴെയിറക്കാം. UDF പുറം കാൽകൊണ്ട് ചവിട്ടിയതുകൊണ്ടാണ് അവർക്ക് ഭൂരിപക്ഷം കുറഞ്ഞത്. ഇനിയെങ്കിലും UDF എല്ലാവരെയും കൂടെ കൂട്ടണം. കൃത്യമായ ധാരണയോടെ ഒരുമിക്കണം. മലയോര മേഖലയുടെയും കടലോര ജനതയുടെയും സംരക്ഷണം UDF ഏറ്റെടുക്കണം. ന്യൂസ് ഡെസ്ക് ZPro ന്യൂസ്. വയറുവേദനയ്ക്ക് ചികിത്സ തേടിയെത്തിയ 15-കാരി 8 മാസം ഗർഭിണി. പരിശോധനയിൽ പുറത്തുവന്നത് 14 പേരുടെ 2 വർഷം നീണ്ട പീഡനം. ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലാണ് നടക്കുന്ന സംഭവം. ദളിത് വിഭാഗത്തിലുള്ള പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെയാണ് 14 പേർ 2 വർഷത്തോളം പീഡിപ്പിച്ചത്. അമ്മക്കൊപ്പം താമസിച്ചിരുന്ന കുട്ടിയെ ഭീഷണിപ്പെടുത്തിയും ബ്ലാക്ക് മെയിൽ ചെയ്തുമായിരുന്നു പീഡനമെന്നാണ് പോലീസ് വിശദമാക്കുന്നത്. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പെൺകുട്ടി ആദ്യമായി പീഡനത്തിനിരയായത്. 2 മാസം മുൻപ് വരെയും പീഡനം നടന്നതായി പെൺകുട്ടി പോലീസിനോട് വിശദമാക്കിയിട്ടുണ്ട്. സംഭവത്തിൽ പ്രായപൂർത്തിയാകാത്ത ഒരാളടക്കം 17 പേരെ പോലീസ് ഇതിനോടകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രസവം കഴിയുന്നതുവരെ കുട്ടിയെ ആശുപത്രിയിൽ സംരക്ഷിക്കാനാണ് നിലവിൽ അധികൃതർ തീരുമാനമെടുത്തിട്ടുള്ളത്. കൗൺസിലിംഗ് അടക്കമുള്ള സഹായങ്ങളും ലഭ്യമാക്കിയിട്ടുണ്ട്. കുട്ടിയുടെ സഹപാഠികളിലൊരാളും കുട്ടിയെ പീഡനത്തിനിരയാക്കിയിട്ടുണ്ട്. സ്കൂളിൽ നിന്ന് ഒരുമിച്ചെടുത്ത ഫോട്ടോ കാണിച്ചായിരുന്നു സഹപാഠി പീഡനം ആരംഭിച്ചത്. പിന്നീട് ഈ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് 14 പേർ കുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു. സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരായ വിധിയായിരിക്കും നിലമ്പൂരിലേതെന്നും സണ്ണി ജോസഫ് MLA അഭിപ്രായപ്പെട്ടു. UDF വൻഭൂരിപക്ഷത്തിൽ വിജയിക്കും. തൃക്കാക്കര, പുതുപ്പള്ളി, പാലക്കാട് എന്നീ വിജയങ്ങളുടെ ആവർത്തനം തന്നെയായിരിക്കും നിലമ്പൂരിലേതും. ഇവിടെയെല്ലാം നേരത്തെ LDF അവകാശവാദം ഉന്നയിച്ചിട്ടും CPM പരാജയപ്പെട്ടിട്ടുണ്ടെന്നും സണ്ണി ജോസഫ് ചൂണ്ടിക്കാട്ടി. PV അൻവറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിക്കാനില്ല. അത് പിന്നീട് UDF ആലോചിക്കും. ഈ മാസം 27-ന് ചേരുന്ന രാഷ്ട്രീയകാര്യ സമിതിയിൽ പൊതുവായ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുമെന്നും KPCC പ്രസിഡന്റ് വ്യക്തമാക്കി. കോഴിക്കോട് പാലക്കാട് റൂട്ടിൽ റെയിൽവേ പുതിയ ട്രെയിൻ സർവീസ് അനുവദിച്ചു. ശനിയാഴ്ച ഒഴികെ ആഴ്ചയിൽ 6 ദിവസം സർവീസ് നടത്തും. രാവിലെ 10 മണിക്ക് കോഴിക്കോട് നിന്നും ആരംഭിച്ച് ഉച്ചയ്ക്ക് 1:05-ന് പാലക്കാട് എത്തുന്ന രീതിയിലാണ് ട്രെയിനിന്റെ സമയക്രമീകരണം. പാലക്കാട് നിന്നും ഉച്ചയ്ക്ക് 1:50-ന് പുറപ്പെടുന്ന ട്രെയിൻ തിരികെ കണ്ണൂർ വരെ സർവീസ് നടത്തും. 7:40-നാണ് കണ്ണൂരിലെത്തുക. ഷൊർണൂർ കണ്ണൂർ ട്രെയിനാണ് പാലക്കാടേക്ക് നീട്ടിയത്. പുതിയ ട്രെയിൻ ശനിയാഴ്ചകളിൽ ഷൊർണൂർ വരെ മാത്രമാകും സർവീസ് നടത്തുക.
ഇസ്രയേൽ ഇറാൻ സംഘർഷം 10ാം നാളിലേക്ക് കടക്കവെ അമേരിക്കയുടെ നേരിട്ടുള്ള ആക്രമണം ഇറാനെതിരെ ഉണ്ടാകുമോ എന്ന ആശങ്ക ശക്തമാകുന്നു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിലെത്തി ഇക്കാര്യത്തിൽ തീരുമാനം വൈകാതെ തന്നെ കൈക്കൊള്ളുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിനിടയിൽ ആശങ്ക ശക്തമാക്കിക്കൊണ്ട് അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ പസഫിക് സമുദ്രത്തിന് കുറുകെ പറന്നെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിട്ടുണ്ട്. ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഉഗ്രപ്രഹരശേഷിയുള്ള US വ്യോമസേന B-2 ബോംബർ വിമാനങ്ങൾ അമേരിക്കയിലെ സൈനിക താവളത്തിൽ നിന്ന് പറന്നുയർന്ന് പസഫിക് സമുദ്രത്തിന് കുറുകെ പോയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇൻഡിഗോ വിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്തു. ഗുവാഹത്തി ചെന്നൈ വിമാനം ഇറക്കിയത് ബംഗളൂരുവിൽ. വിമാനത്തിൽ മതിയായ ഇന്ധനം ഉണ്ടായിരുന്നില്ല. 168 യാത്രക്കാരായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നത്. വിമാനം സമയത്ത് ചെന്നൈയിൽ ഇറക്കാൻ കഴിഞ്ഞില്ല. ശേഷം ഇന്ധനം കഴിയാറായി എന്ന് പൈലറ്റ് അറിയിച്ചതിനെ തുടർന്ന് വിമാനം ബാംഗ്ലൂരിലിറക്കി. ഇന്ധനം കുറവായതിനെ തുടർന്ന് പൈലറ്റ് മേയുടെ സന്ദേശം നൽകിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇരിങ്ങാലക്കുട നഗരമധ്യത്തിലെ ബുള്ളറ്റിലെത്തി മാല പൊട്ടിച്ച കേസിലെ 2 പ്രതികളെയും പിടികൂടി തൃശൂർ റൂറല് പോലീസ്. എറണാകുളം ചേരാനെല്ലൂര് സ്വദേശി തൃക്കൂക്കാരന് വീട്ടിലെ റോഷന്, വരാപ്പുഴ ചിറക്കതും സ്വദേശി ഗാഡിയൻപറമ്പ് വീട്ടിലെ ശരത്ത് എന്നിവരാണ് അറസ്റ്റിലായത്. കവർച്ച ചെയ്ത മാലകളും കവർച്ചക്കായി ഉപയോഗിച്ച ബുള്ളറ്റ് മോട്ടോര് സൈക്കിളും മാല വിറ്റുവാങ്ങിയ സ്മാർട്ട് ഫോണുകളും മൊബൈൽ ഫോണും പിടിച്ചെടുത്തു. സുരേഷ് ഗോപി നായകനായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രം JSK ജാനകി വേഴ്സ് സ്റ്റേറ്റ് ഓഫ് കേരളയുടെ പ്രദർശനത്തിന് അനുമതി നിഷേധിച്ച് സെൻസർ ബോർഡ്. ജൂൺ 27-ന് സിനിമ റിലീസ് ചെയ്യാനിരിക്കെയാണ് റിലീസ് അനുമതി നിഷേധിച്ചിരിക്കുന്നത്. സംവിധായകന് പ്രവീൺ നാരായണനാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. സിനിമ 27-ന് തിയേറ്ററുകളിൽ എത്തില്ലെന്നും സംവിധായകൻ അറിയിച്ചു. ഇസ്രയേലിന് സൈനിക സാമഗ്രികൾ നൽകരുതെന്ന മുന്നറിയിപ്പുമായി ഇറാൻ. നൽകുന്നവർ ഇറാന്റെ ലക്ഷ്യമായി മാറുമെന്നാണ് മുന്നറിയിപ്പ്. ഇസ്രയേലിനെ സഹായിക്കുന്നവരെ യുദ്ധത്തിൽ കക്ഷിയായി കണക്കാക്കും. യുദ്ധത്തിന് ഇറങ്ങേണ്ടി വന്നാലും ആണവ സമ്പുഷ്ടീകരണം നിർത്തില്ലെന്ന് ഇറാൻ പ്രസിഡന്റ് പറഞ്ഞതായി വാർത്താ ഏജൻസിയായ എൽന റിപ്പോർട്ട് ചെയ്തു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം കെ. മണികണ്ഠൻ രാജിവെച്ചു. പെരിയ ഇരട്ട കൊലക്കേസിലെ 14ാം പ്രതിയായ ഇദ്ദേഹത്തെ കോടതി 5 വർഷത്തേക്ക് ശിക്ഷിച്ചിരുന്നു. ശിക്ഷ ഹൈക്കോടതി റദ്ദാക്കുകയും പ്രതികളായ നേതാക്കൾക്ക് ജാമ്യം അനുവദിക്കുകയും ചെയ്തിരുന്നു. കൊലക്കേസ് പ്രതിയായ ഇദ്ദേഹത്തെ അയോഗ്യനാക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേരത്തെ പരാതിയും നൽകിയിരുന്നു. ഈ മാസം 26-ന് അന്തിമ ഹിയറിംഗ് നടക്കാനിരിക്കെയാണ് രാജി. മെമ്പർ സ്ഥാനവും രാജിവെച്ചിട്ടുണ്ട്. ഇറാനെതിരായ ആക്രമണത്തിൽ അമേരിക്ക ഇസ്രയേലിനൊപ്പം ചേർന്നാൽ ചെങ്കടലിൽ അമേരിക്കൻ കപ്പലുകളെ ലക്ഷ്യം വെക്കുമെന്ന് ഹൂതികളുടെ ഭീഷണി. ഇസ്രയേലിനൊപ്പം ചേർന്ന് ഇറാനെതിരെ നീങ്ങുമോ എന്ന കാര്യത്തിൽ അമേരിക്ക ഇതുവരെ വ്യക്തത വരുത്തിയിട്ടില്ല. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷം 9ാം ദിവസത്തിലെത്തിയിട്ടും അവസാനിക്കുന്നതിന്റെ സൂചനകളൊന്നും ഇതുവരെയില്ല. പിന്നാലെയാണ് അമേരിക്കയ്ക്ക് മുന്നറിയിപ്പുമായി ഹൂതി സായുധ സേന രംഗത്തെത്തിയത്. ന്യൂസ് ഡെസ്ക് ZPO ന്യൂസ്. മന്ത്രി വി ശിവൻകുട്ടിയുടേത് ശരിയായ ദിശയിലുള്ള നടപടിയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മന്ത്രി നമ്മുടെ നാടിന്റെ മതനിരപേക്ഷ പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കുകയാണ് ചെയ്തത്. എന്നാൽ മന്ത്രി വി ശിവൻകുട്ടി ഭരണഘടനാപരമായ രീതി ലംഘിച്ചുവെന്നാണ് ഗവർണർ അഭിപ്രായപ്പെട്ടത്. ഔദ്യോഗിക ചടങ്ങിൽ RSS ചിഹ്നം പ്രദർശിപ്പിച്ച രാജ്ഭവനാണ് ഭരണഘടനാപരമായ രീതികളെ ലംഘിച്ചിരിക്കുന്നതെന്ന് MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. ഹണിട്രാപ്പ് കേസിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കീർത്തി പട്ടേലിനെ ഗുജറാത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു. പരാതി ലഭിച്ച് 10 മാസത്തിന് ശേഷമാണ് അറസ്റ്റ്. ഇത്രയും കാലം കീർത്തി ഒളിവിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ഇൻസ്റ്റാഗ്രാമിൽ 1 ദശലക്ഷത്തിലധികം ഫോളോവേഴ്സുള്ള കീർത്തി പട്ടേലിനെ അഹമ്മദാബാദിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തതെന്ന് പോലീസ് വ്യക്തമാക്കി. കെട്ടിട നിർമ്മാതാവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ സൂററ്റ് പോലീസ് കഴിഞ്ഞ വർഷം ജൂൺ 2-ന് കീർത്തിക്കും മറ്റ് 4 പേർക്കുമെതിരെ FIR ഫയൽ ചെയ്തിരുന്നു. പ്രതികൾക്കെതിരെ കോടതി അവർക്കെതിരെ വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. പിന്നാലെ കീർത്തി മുങ്ങി. എന്നാൽ മറ്റ് 4 പ്രതികളെയും ഇതിനകം അറസ്റ്റ് ചെയ്തു. ഹണി ട്രാപ്പിൽ കുടുക്കി പണം തട്ടിയ ശേഷം പ്രതികൾ കെട്ടിട നിർമ്മാതാവിൽ നിന്ന് 2 കോടി രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ടതായി സൂറത്തിലെ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ അലോക് കുമാർ പറഞ്ഞു. നഗരങ്ങൾ മാറി മാറി താമസിച്ചും വ്യത്യസ്ത സിം കാർഡുകൾ ഉപയോഗിച്ചുമാണ് കീർത്തി ഒളിവിൽ കഴിഞ്ഞതെന്നും പോലീസ് പറഞ്ഞു. സാങ്കേതിക സംഘത്തിന്റെയും സൈബർ വിദഗ്ധരുടെയും സഹായത്തോടെ അഹമ്മദാബാദിലെ സർക്കേജ് പ്രദേശത്തിൽ കീർത്തി ഒളിവിൽ താമസിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയാണ് സൂറത്ത് പോലീസ് എത്തിയത്. അമിത് ഷാ ശകുനി എന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി. തിരഞ്ഞെടുപ്പ് അടുത്തതോടെ തമിഴ്നാട്ടിൽ കറങ്ങി നടക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. CPIM തമിഴ്നാട്ടിലാകെ നടത്തിയ ജനസമ്പർക്ക പരിപാടിയുടെ സമാപനത്തോടനുബന്ധിച്ച് ചെന്നൈയിലെ അമ്പട്ടൂരിൽ നടന്ന വമ്പിച്ച പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തമിഴ്നാട് കടലൂരിൽ 3 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി ബന്ധു. മൃതദേഹത്തിൽ മുറിവുകൾ കണ്ടതോടെ കുട്ടിയുടെ അച്ഛന് തോന്നിയ സംശയമാണ് ബന്ധുവിന്റെ ക്രൂരത പുറം ലോകത്തെ അറിയിച്ചത്. പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പ്രതിക്ക് പരിക്കേറ്റു.
ഉടുമ്പൻചോലയില് സഞ്ചരിക്കുന്ന ബാറുകള് ഇനി പോലീസ് സ്റ്റേഷൻ മുറ്റത്ത് അന്ത്യവിശ്രമം. ഇടുക്കി ഉടുമ്പൻചോലയിൽ ഡോണും ബട്ടർഫ്ലൈയുമായി വിലസി നടന്നിരുന്ന 2 ഓട്ടോറിക്ഷകൾ ഇനി പോലീസ് സ്റ്റേഷൻ മുറ്റത്ത് വിശ്രമിക്കും. ചെമ്മണ്ണാർ, മാങ്ങാത്തൊട്ടി മേഖലകളിൽ സഞ്ചരിക്കുന്ന ബാറുകളായി പ്രവർത്തിച്ചിരുന്ന ഓട്ടോറിക്ഷകളാണ് പോലീസ് പിടികൂടിയത്. മദ്യവിൽപ്പന നടത്തിയ ഉടമകളും അകത്തായി. ഒരേസമയം ഒരു നാട്ടിലെ മദ്യപാനികൾക്ക് ആശ്വാസവും അവരുടെ കുടുംബങ്ങളിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും കണ്ണീരുമായിരുന്നു ഈ ഓട്ടോറിക്ഷകൾ. സവാദ് വീണ്ടും അറസ്റ്റിൽ. KSRTC ബസിൽ യുവതിക്കെതിരെ മാനഹാനി വരുത്തിയെന്ന കേസിൽ വടകര സ്വദേശി സവാദ് അറസ്റ്റിൽ. സമാനമായ കേസിൽ ഇയാൾ നേരത്തെയും അറസ്റ്റിലായിരുന്നു. തൃശൂർ ഈസ്റ്റ് പോലീസിൽ യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സവാദിനെ അറസ്റ്റ് ചെയ്തതെന്ന് പോലീസ് പറഞ്ഞു. കാവിക്കൊടിയേന്തിയ ഭാരതാംബ ചിത്രവിവാദത്തിൽ സർക്കാർ ഗവർണർ പോരുമുറുകുന്നതിനിടെ ഗവർണർക്കെതിരെ ബാനർ കെട്ടി SFI. തിരുവനന്തപുരം പാളയത്തെ സംസ്കൃത കോളേജിലാണ് RSSന്റെ തറവാട്ട് സ്വത്തല്ല രാജഭവൻ എന്നെഴുതിയ ബാനർ SFI പ്രവർത്തകർ കെട്ടിയത്. മുംബൈയിലെ വാഹനാപകടത്തിലെ മലയാളി ദമ്പതികൾ മരിച്ചു. ചെങ്ങന്നൂര് സ്വദേശികളായ വിനോദ് പിള്ള, ഭാര്യ സുഷമ എന്നിവരാണ് മരിച്ചത്. ഇരുവരും സഞ്ചരിച്ച സ്കൂട്ടറിൽ കാറിടിച്ചാണ് അപകടമുണ്ടായത്. ഓപ്പറേഷൻ സിന്ധു ദൗത്യത്തിലൂടെ ഇറാനിൽ നിന്ന് കൂടുതൽ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നു. വിദ്യാർത്ഥികളടക്കം 1000 പേരുമായി ഇന്ന് രാത്രിയും നാളെയുമായി 3 വിമാനങ്ങൾ ദില്ലിയിലെത്തും. വടക്കൻ ഇറാനിലെ നഗരമായ മസ്ഹദിൽ നിന്നുള്ള വിമാനം രാത്രി 11:30 ദില്ലിയിലെത്തും. ന്യൂസ് ഡെസ്ക് ZPO ന്യൂസ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDFന്റെ ഭൂരിപക്ഷം 5000-ൽ കുറയില്ലെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. UDF വളരെ ഐക്യത്തിലാണ് പ്രവർത്തിച്ചത്. MV ഗോവിന്ദന്റെ RSS പ്രസ്താവന UDFന് ഗുണമായി. M സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം UDFന്റെ സാധ്യതയെ ബാധിക്കില്ല. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്നും മുരളീധരൻ പറഞ്ഞു. ഇറാനെ ആക്രമിക്കുന്ന കാര്യത്തിൽ 2 ആഴ്ചക്കകം തീരുമാനമെടുക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. US സൈനിക നടപടിക്ക് മുമ്പ് നയതന്ത്ര ശ്രമം തുടരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. അമേരിക്ക ഇസ്രയേലിനൊപ്പം സംഘർഷത്തിൽ പങ്കുചേരുന്നതിനെതിരെ നേരത്തെ ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇടുക്കി ഉപ്പുതറ പഞ്ചായത്തിൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ ലക്ഷങ്ങളുടെ ക്രമക്കേട്. അനർഹരായ 150 പേർ വീടുകൾ തട്ടിയെടുത്തതായി കണ്ടെത്തി. രാഷ്ട്രീയ സ്വാധീനവും ഉദ്യോഗസ്ഥ ബന്ധവും മുതലെടുത്താണ് തട്ടിപ്പെന്ന് വിജിലൻസ് കണ്ടെത്തൽ. 27 പേർ സർക്കാരിൽ നിന്ന് തട്ടിയെടുത്തത് 1,14,00,000 രൂപയെന്ന് പ്രാഥമിക കണക്ക്. CPIM പ്രതിനിധിയും കോൺഗ്രസ് നേതാവും തട്ടിപ്പ് നടത്തിയതായി വിജിലൻസ് കണ്ടെത്തൽ. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റും ഉൾപ്പെടെ 27 പേർക്കെതിരെയാണ് ആദ്യഘട്ടത്തിൽ നടപടി സ്വീകരിക്കുക. കഴിഞ്ഞ LDF ഭരണസമിതിയുടെ കാലത്താണ് സർക്കാർ പണം ഇങ്ങനെ തട്ടിയെടുത്തത്. കൊല്ലം കൊട്ടാരക്കരയിൽ പോലീസുകാരെ ആക്രമിച്ച ട്രാൻസ്ജെൻഡേഴ്സ് റിമാൻഡിൽ. 20 പേരെയാണ് റിമാൻഡ് ചെയ്തത്. ട്രാൻസ്ജെൻഡേഴ്സിനെതിരായ 4 വർഷം മുമ്പുള്ള കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുള്ള SP ഓഫീസ് മാർച്ചാണ് സംഘർഷത്തിന് വഴിമാറിയത്. സംഘർഷത്തിൽ കൊട്ടാരക്കര CIയും വനിതാ സിപിഒമാരും ഉൾപ്പെടെ 12 പോലീസുകാർക്കാണ് പരുക്കേറ്റത്. ഭാരതാംബ വിവാദത്തിൽ കേരള ഗവർണറുടെ പാത പിന്തുടർന്ന് ബംഗാൾ രാജ്ഭവനും. വിവാദ ചിത്രം ഉപയോഗിക്കാൻ ഗവർണർ സിസ്റ്റർ V ആനന്ദബോസിന്റെ നിർദ്ദേശം. വിവാദം തുടരുമ്പോഴും രാജ്ഭവനിലെ പരിപാടികളിൽ തുടർന്നും ഭാരതാംബ ചിത്രം ഉപയോഗിക്കാനാണ് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ നിർദ്ദേശം. വിഷയത്തിൽ സർക്കാരിനെതിരെ പ്രതിഷേധം കടുപ്പിക്കാനാണ് SFI തീരുമാനം. സ്കൂളുകളിലെ സൂംബ പരിശീലന ചുമതല ഏൽപ്പിച്ചതിനെതിരെ കായിക അധ്യാപകര് രംഗത്ത്. പോസ്റ്റുകളുടെ കുറവ് ഉൾപ്പെടെ കായിക അധ്യാപകര് നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾ പരിഹരിക്കാതെയാണ് സൂംബ ചുമതല നൽകുന്നത്. തസ്തിക പുനർനിർണയം പൂർത്തിയാകുന്നതോടെ കൂടുതൽ കായിക അധ്യാപകർ പുറത്താകും. പരിഹാരം ആവശ്യപ്പെട്ട് കായിക അധ്യാപകരുടെ സംഘടന വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിക്ക് പരാതി നൽകി. ഇസ്രയേലിൽ വീണ്ടും ഇറാന്റെ മിസൈൽ ആക്രമണം. ഇസ്രയേൽ ബീർഷബയിൽ താമസ സ്ഥലങ്ങൾക്കു നേരെയാണ് ഇറാൻ ആക്രമണം നടന്നത്. ആക്രമണത്തിൽ നിരവധി വാഹനങ്ങളും കെട്ടിടങ്ങളും തകർന്നു. ആളപായമോ പരിക്കുകളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആളപായ സൈറനുകൾ മുഴങ്ങുന്നു. ഇറാന്റെ നിരവധി ഡ്രോണുകൾ ഇന്നലെ രാത്രി ഇസ്രയേൽ തകർത്തിരുന്നു. കണ്ണൂർ കായലോട് റസീന എന്ന യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ നടന്നത് സദാചാര ഗുണ്ടായിസമെന്ന് കണ്ണൂർ CIT പോലീസ് കമ്മീഷണർ. പ്രതികൾക്കെതിരെ ആത്മഹത്യാ പ്രേരണക്കുറ്റം ചുമത്തി. റസീനയുടെ ആത്മഹത്യക്കുറിപ്പ് ലഭിച്ചതായി കമ്മീഷണർ നിതിൻ രാജ് വ്യക്തമാക്കി. സുഹൃത്തിനെ കുറ്റപ്പെടുത്തുന്നതൊന്നും ആത്മഹത്യക്കുറിപ്പിലില്ല. യുവാവിനെ പ്രതികൾ മർദ്ദിച്ചിരുന്നെന്നും ഇയാളെ കാണാനില്ലെന്നും കമ്മീഷണർ അറിയിച്ചു. വിമാനത്തിനകത്ത് ജീവനക്കാരുമായും സഹയാത്രികരുമായും പ്രശ്നങ്ങളുണ്ടാക്കിയ വനിതാ ഡോക്ടർ കാരണം യാത്ര വൈകിയത് 2 മണിക്കൂറിലധികം. ഒടുവിൽ ഈ യാത്രക്കാരിയെ പുറത്തിറക്കിയ ശേഷമാണ് വിമാനത്തിന് പുറപ്പെടാനായത്. വിമാനത്തിൽ നിന്നിറക്കി പോലീസ് സ്റ്റേഷനിലെത്തിയ യുവതി അവിടെയും അസഭ്യവർഷം തുടർന്നു.
RJ ബാലാജിയുടെ സംവിധാനത്തിലുള്ള സൂര്യയുടെ മാഗ്നം ഓപ്പസ് കൊമേഴ്സ്യൽ എന്റർടൈനർ ചിത്രത്തിന് കറുപ്പ് എന്നാണ് ടൈറ്റിൽ നൽകിയിരിക്കുന്നത്. കറുപ്പിന്റെ ടൈറ്റിൽ പോസ്റ്റർ ചിത്രത്തിന്റെ സംവിധായകനായ RJ ബാലാജിയുടെ പിറന്നാൾ ദിനമായ ഇന്ന് റിലീസ് ചെയ്തു. ഡ്രീം വാരിയർ പിക്ചേഴ്സ് വമ്പൻ ബഡ്ജറ്റിൽ ഒരുക്കുന്ന ചിത്രമാണിത്. ന്യൂസ് ഡെസ്ക് ZCO ന്യൂസ്. ഭാരതാംബ വിവാദത്തിൽ മന്ത്രി പി പ്രസാദിന് പിന്നാലെ രാജ്ഭവനിലെ പരിപാടി ബഹിഷ്കരിച്ച് മന്ത്രി വി ശിവൻകുട്ടിയും. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് പരിപാടിയാണ് മന്ത്രി ബഹിഷ്കരിച്ചത്. പരിപാടിയിൽ ഭാരതാംബ ചിത്രം വെച്ചതിനെ തുടർന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പരിപാടി ബഹിഷ്കരിച്ചത്. നിലമ്പൂരിൽ നടക്കുന്നത് രാഷ്ട്രീയ നാടകമെന്ന് റാപ്പർ വേടൻ. നിലമ്പൂരിലെ സ്ഥാനാർത്ഥികളിൽ കൂടുതൽ ഇഷ്ടം എം സ്വരാജിനോട്. എന്നാൽ താൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ആളല്ല, സ്വതന്ത്ര പാട്ടെഴുത്തുകാരനാണ് ഞാൻ. നിലമ്പൂരിലെ രാഷ്ട്രീയ നാടകങ്ങളെക്കുറിച്ച് കൂടുതൽ പറഞ്ഞ് കുഴപ്പത്തിലാകാൻ താനില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാന് ഇസ്രയേല് ആക്രമണത്തില് അമേരിക്ക നേരിട്ട് സൈനിക ഇടപെടലുകൾ നടത്തിയേക്കുമെന്ന സംശയത്തിനിടെ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പുമായി ഇറാന്. അമേരിക്ക ആക്രമിച്ചാല് എല്ലാ വഴികളും മുന്നിലുണ്ടെന്ന് ഇറാന് വിദേശകാര്യ സഹമന്ത്രി കാസിം ഗരിബാബാദി പറഞ്ഞു. സംഘർഷം വഷളാക്കാൻ ഇറാൻ ആഗ്രഹിക്കുന്നില്ല. ആവശ്യമെങ്കിൽ അമേരിക്കയെ പാഠം പഠിപ്പിക്കുമെന്നും ഇറാന് മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക് ZCO ന്യൂസ്. ശബരിമല റോപ്പ് വേ പദ്ധതിക്ക് സംസ്ഥാന വന്യജീവി ബോർഡിന്റെ അനുമതി ലഭിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അധ്യക്ഷനായ ഓൺലൈൻ യോഗത്തിലാണ് അനുമതി നൽകിയത്. അന്തിമ അനുമതിക്കായി പദ്ധതി കേന്ദ്രത്തിന് സമർപ്പിക്കും. പമ്പയിൽ നിന്നും സന്നിധാനത്തേക്കുള്ള ചരക്ക് നീക്കത്തിനും ആംബുലൻസ് സർവീസിനും റോപ്പ് വേ ഉപയോഗിക്കാനാകും. ഗോവയിൽ 22-കാരിയെ കഴുത്തറുത്ത് കൊന്ന കേസിൽ ആൺസുഹൃത്ത് അറസ്റ്റിൽ. ബംഗളൂരു സ്വദേശിയായ സഞ്ജയ് എന്ന 22-കാരനാണ് പിടിയിലായത്. വിവാഹം കഴിക്കാനായി ഗോവയിലെത്തിയ ശേഷം ഉണ്ടായ തർക്കം കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു. മൂവാറ്റുപുഴ കല്ലൂർക്കാട് എസിയെ കാര് കയറ്റി അപായപ്പെടുത്താൻ ശ്രമിച്ച കേസില് 1-ാം പ്രതി കോടതിയിൽ കീഴടങ്ങി. മൂവാറ്റുപുഴ സ്വദേശി മുഹമ്മദ് ഷെരീഫിനെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. 2-ാം പ്രതി തൊടുപുഴ സ്വദേശി ആഫീസ് ഇപ്പോഴും ഒളിവിലാണ്. സാഹസിക ദൗത്യത്തിനിടെ അമേരിക്കയിലെ ഡെമനാലി പർവ്വതത്തില് കുടുങ്ങിയ മലയാളി പർവ്വതാരോഹകന് ഷെയ്ഖ് ഹസന് ഖാന് സുരക്ഷിതമാക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. കണ്ണൂരിൽ തെരുവുനായയുടെ കടിയേറ്റ 5 വയസ്സുകാരന് പേവിഷബാധ. തമിഴ്നാട് സ്വദേശികളുടെ കുട്ടിക്കാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത്. അതീവ ഗുരുതരാവസ്ഥയിലുള്ള കുട്ടി പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ വെന്റിലേറ്ററിൽ ചികിത്സയിലാണ്. സംസ്ഥാനത്ത് 21 ക്വാറികൾക്ക് കൂടി അനുമതി നൽകാൻ സർക്കാർ തീരുമാനം. സംസ്ഥാന വന്യജീവി ബോർഡ് യോഗത്തിലാണ് തീരുമാനം. വിവിധ വന്യജീവി സങ്കേതങ്ങളുടെയും നിർദ്ദിഷ്ട ഇക്കോ സെൻസിറ്റീവ് സോണുകളുടെയും 10 കിലോമീറ്റർ ചുറ്റളവിലാണ് ക്വാറികൾ അനുവദിക്കുക. കൂടുതൽ ക്വാറികൾ അനുവദിക്കുക പാലക്കാട് ജില്ലയിലാണ്. പാലക്കാടും എറണാകുളത്തും 4 വീതം ക്വാറികൾ അനുവദിക്കാനാണ് സർക്കാർ തീരുമാനം. ഇതോടൊപ്പം തിരുവനന്തപുരം, മലപ്പുറം ജില്ലയിലും ക്വാറികൾ വരും. മറ്റ് ജില്ലകളിൽ ചെറിയ തോതിലുള്ള ക്വാറികൾ അനുവദിക്കാനും നിർദ്ദേശമുണ്ട്. വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടെന്ന കേസില് 47 പ്രവാസി സ്ത്രീകള് ഒമാനിലെ അറസ്റ്റില്. റോയൽ ഒമാന് പോലീസ് ചൊവ്വാഴ്ചയാണ് ഇക്കാര്യം അറിയിച്ചത്. 21 ഈജിപ്ത് സ്വദേശിനികള്, 10 ഇറാന് സ്വദേശിനികള്, 8 പാകിസ്ഥാനി വനിതകള്, 4 തായ്ലൻഡ് സ്വദേശിനികള്, 2 ഉസ്ബെക്കിസ്ഥാന് സ്വദേശിനികള്, 2 മൊറോക്കന് യുവതികള് എന്നിവരാണ് അറസ്റ്റിലായത്. പിടിയിലായ സ്ത്രീകൾക്കെതിരായ നിയമ നടപടികൾ പുരോഗമിക്കുകയാണ്. ഇവരെ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറും. ന്യൂസ് ഡെസ്ക് ZCO ന്യൂസ്. അശ്ലീല വീഡിയോ കാണിച്ച് 12-കാരിയെ 2022 മുതൽ 2023 വരെ പീഡിപ്പിച്ചു. മലപ്പുറത്ത് 60-കാരൻ കൃഷ്ണന് 145 വർഷം കഠിന തടവ് ശിക്ഷ. 12 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ 60 വയസ്സുകാരന് 145 വർഷം കഠിന തടവ് ശിക്ഷ. മലപ്പുറം അരീക്കോട് കാവനൂർ സ്വദേശി പള്ളിയാളിതൊടി കൃഷ്ണൻ 60-നെതിരെ മഞ്ചേരി സ്പെഷ്യൽ പോക്സോ കോടതിയുടേതാണ് വിധി. തടവിന് പുറമെ 8,77,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചിട്ടുണ്ട്. പിഴ അടയ്ക്കുന്ന പക്ഷം തുക അതിജീവിതയ്ക്ക് നൽകണം. അശ്ലീല വീഡിയോ കാണിച്ചാണ് ഗുരുതര പീഡനത്തിനാണ് കുട്ടിയെ ഇരയാക്കിയത്. 2022 മുതൽ 2023 വരെ 1 വർഷമാണ് പ്രതി പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. മലപ്പുറം വനിതാ സ്റ്റേഷനാണ് കേസിൽ അന്വേഷണം നടത്തിയത്. ന്യൂസ് ഡെസ്ക് ZCO ന്യൂസ്. BJP ലക്ഷ്യം കോൺഗ്രസ് മുക്ത ഭാരതം, CPIM അതിന് പിന്തുണ നൽകുന്നു. രമേശ് ചെന്നിത്തല. MV ഗോവിന്ദന്റെ RSS കൂട്ടുകെട്ട് പരാമർശം നിലമ്പൂരിൽ RSS വോട്ട് കിട്ടാനുള്ള കള്ളക്കളിയെന്ന് രമേശ് ചെന്നിത്തല. RSSുമായി CPIMന് എക്കാലത്തും അന്തർധാര. ഇപ്പോഴത്തെ പരാമർശം M സ്വരാജിന് വോട്ട് നേടാനുള്ള കൂർമ്മ ബുദ്ധിയാണെന്നും ചെന്നിത്തല വിമർശിച്ചു. കുട്ടികൾക്ക് എന്തും തുറന്നു പറയാനുള്ള അന്തരീക്ഷം വിദ്യാലയങ്ങളിലും വീടുകളിലുണ്ടാകണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. അധ്യാപകർ കുട്ടികളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കണം. രക്ഷിതാക്കളും അധ്യാപകരും കുട്ടികളും ഒരുമിച്ച് നിൽക്കണം. കൂടെയുണ്ട് കരുത്തേകാൻ എന്ന പദ്ധതിയിലൂടെ ഇതിന് പ്രാപ്തരാക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. നടന് ആര്യയുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും ആദായനികുതി വകുപ്പിന്റെ പരിശോധന.
ചെന്നൈ അണ്ണാനഗർ, കൊട്ടിവാക്കം, വേലാജേരി എന്നിവിടങ്ങളിലാണ് റെയ്ഡ്. കൊച്ചിയിൽ നിന്നുള്ള ആദായ നികുതി വകുപ്പ് സംഘമാണ് പരിശോധന നടത്തുന്നത്. നികുതി വെട്ടിപ്പ്, വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനം തുടങ്ങി ആരോപണങ്ങളാണ് പരാതിയിലുള്ളത്. 19-ാം വയസ്സിൽ ഇഷ്ടമില്ലാത്ത വിവാഹം. 22-കാരനായ ഭർത്താവിനെ വിവാഹം കഴിഞ്ഞ് 9-ാം മാസം കീടനാശിനി കലർത്തിയ കോഴിക്കറി കൊടുത്ത് കൊന്ന യുവതി. തിങ്കളാഴ്ച ജാർഖണ്ഡിലെ ഗർവ ജില്ലയിലെ ബാഹോബുദാർ ഗ്രാമത്തിലാണ് സംഭവം. ഛത്തീസ്ഗഡ് സ്വദേശിയാണ് ഇഷ്ടമില്ലാതെ നടന്ന വിവാഹത്തിൽ നിന്ന് രക്ഷപ്പെടാനായി കടുങ്കൈ ചെയ്തത്. പാരസെറ്റമോളിൽ കമ്പി കഷണമെന്ന് പരാതി. മണ്ണാർക്കാട് പ്രൈമറി ഹെൽത്ത് സെന്ററിൽ നിന്ന് നൽകിയ പാരസെറ്റമോൾ ഗുളികയിൽ കമ്പിക്കഷണമെന്ന് പരാതി. മണ്ണാർക്കാട് സ്വദേശി ആസിഫിന്റെ മകനുവേണ്ടിയാണ് പ്രൈമറി ഹെൽത്ത് സെന്ററിൽ പോയത്. പശുക്കടത്ത് ആരോപിച്ച് ഗോസംരക്ഷകരുടെ ആൾക്കൂട്ട ആക്രമണത്തിന് ഇരയായ യുവാക്കളിൽ ഒരാൾ മരിച്ചു. മധ്യപ്രദേശിലെ റേസൻ ജില്ലയിലെ മെഹ്ഗാവ് സ്വദേശിയായ ജുനൈദാണ് മരിച്ചത്. മർദ്ദനത്തിൽ ഗുരുതര പരിക്കേറ്റ് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു യുവാവ്. കഴിഞ്ഞ ദിവസം രാവിലെയാണ് ജുനൈദ് മരണപ്പെട്ടത്. ജൂൺ 5-നാണ് മെഹ്ഗാവ് ക്ഷേത്രത്തിന് സമീപത്ത് വെച്ച് ജുനൈദും മറ്റൊരു യുവാവും ഗോസംരക്ഷകരുടെ ആക്രമണത്തിന് ഇരയാകുന്നത്. ന്യൂസ് ഡെസ്ക് ZED ന്യൂസ്. തിരൂരിലെ കൈക്കുഞ്ഞിനെ 1.5 ലക്ഷം രൂപയ്ക്ക് വിറ്റ് തമിഴ്നാട് സ്വദേശികള് കസ്റ്റഡിയില്. അമ്മയും രണ്ടാനച്ഛനും ചേർന്നാണ് 9 മാസം പ്രായമുള്ള പെൺകുഞ്ഞിനെ വിറ്റത്. തിരൂര് പോലീസാണ് കുഞ്ഞിനെ വീണ്ടെടുത്തത്. കുഞ്ഞിന്റെ അമ്മ കീർത്തന, രണ്ടാനച്ഛന് ശിവ, കുട്ടിയെ വാങ്ങിയ തമിഴ്നാട് സ്വദേശി ആദിലക്ഷ്മി, ഇടനിലക്കാരായ ശെന്തില് കുമാര്, പ്രേമലത എന്നിവരെ തിരൂര് പോലീസ് അറസ്റ്റ് ചെയ്തു. തമിഴ്നാട് സേലം സ്വദേശികളായ കീർത്തനയും ശിവയും തിരൂരിലുള്ള വാടക ക്വാർട്ടേഴ്സിലാണ് താമസിച്ചിരുന്നത്. കീർത്തനയുടെ ആദ്യ ഭർത്താവിലെ കുട്ടിയാണിത്. അയൽക്കാരാണ് കുഞ്ഞിനെ കാണാത്തതിൽ സംശയം പ്രകടിപ്പിച്ച് തിരൂര് പോലീസിൽ പരാതി നൽകിയത്. പോലീസ് സ്ഥലത്തെത്തി അന്വേഷിച്ചപ്പോൾ രക്ഷിതാക്കള് വ്യക്തമായ മറുപടി നൽകിയില്ല. 3 ലക്ഷം രൂപയാണ് കുഞ്ഞിനെ വിൽക്കാൻ ഇവർ ആവശ്യപ്പെട്ടത്. പിന്നീട് 1.5 ലക്ഷം രൂപയ്ക്ക് കരാറുറപ്പിച്ച് കുഞ്ഞിനെ കൈമാറുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് ZED ന്യൂസ്. 75,000-ൽ കുറയാത്ത വോട്ട് എനിക്ക് ലഭിക്കും. 35,000-ന് മുകളിൽ സ്വരാജ് കയറില്ല. 45,000-ന് മുകളിൽ ഷൌക്കത്തും എത്തില്ല. PV അൻവർ. കലാശക്കൊട്ട് ഒഴിവാക്കിയത് പലതരത്തിൽ വ്യാപനിക്കുന്നുവെന്ന് PV അൻവർ. യഥാർത്ഥ കലാശക്കൊട്ട് 19-ന്. അന്ന് പിണറായിസത്തിന്റെ ശവപ്പെട്ടിയിലെ അവസാന അണിയടിക്കും. പ്രവർത്തകർ ഇപ്പോൾ ഫീൽഡിലാണ്. സംസ്ഥാനത്ത് +1 ക്ലാസുകൾ നാളെ ആരംഭിക്കും. സംസ്ഥാനതല +1 പ്രവേശനോത്സവം രാവിലെ 9 മണിക്ക് തൈക്കാട് മോഡൽ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ സ്കൂൾ ഉച്ചഭക്ഷണമെന്നു വിപുലപ്പെടുത്താൻ വിദ്യാഭ്യാസ വകുപ്പ്. ഇലകറി വർഗ്ഗങ്ങൾ കറികളായി ഉപയോഗിക്കുമ്പോൾ അവയിൽ പയർ അല്ലെങ്കിൽ പരിപ്പ് വർഗ്ഗമോ ചേർക്കണം. ആഴ്ചയിൽ ഒരു ദിവസം ഫോർട്ടിഫൈഡ് അരി വെച്ച് വിവിധയിനം ചോറിന്റെ വിഭവങ്ങൾ തയ്യാറാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി. ഇവയോടൊപ്പം എന്തെങ്കിലും വെജിറ്റബിൾ കറികൾ നൽകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വിദഗ്ധ സമിതിയുടെ അഭിപ്രായത്തിൽ പച്ചക്കറിക്ക് ബദലായി മാസത്തിൽ 1-2 ദിവസങ്ങളിൽ മൈക്രോ ഗ്രീൻസ് മെനുവിൽ ഉൾപ്പെടുത്താവുന്നതാണ്. വിമാന ടിക്കറ്റ് എടുക്കാൻ ശ്രമിക്കുന്നവരെ നോട്ടമിട്ട് വേഗത്തിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പണം തട്ടിയ യുവതി പിടിയിൽ. തൃശൂർ ചാവക്കാട് അരിമ്പൂർ തച്ചമ്പള്ളി തുപ്പേലി വീട്ടിൽ B അനീഷാണ് ചേർത്തല കുത്തിയതോടെ പോലീസിന്റെ പിടിയിലായത്. അഹമ്മദാബാദിലുണ്ടായ വിമാനാപകടത്തില് മരണപ്പെട്ട രഞ്ജിതജി നായരെ അപമാനിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിട്ട വെള്ളരിക്കുണ്ട് ജൂനിയർ സൂപ്രണ്ട് A പവിത്രനെതിരെ കടുത്ത ശിക്ഷാ നടപടികള് ആരംഭിക്കുവാന് ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി റവന്യൂ മന്ത്രി K രാജന്. വിമാന അപകടത്തില് അനുശോചിച്ച് മറ്റൊരാള് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയാണ് ഇയാള് രഞ്ജിതയെ അപമാനിക്കുന്ന വിധത്തില് കമന്റുകള് രേഖപ്പെടുത്തിയത്. വിഷയം ശ്രദ്ധയിൽപ്പെട്ടിയുടനെ തന്നെ റവന്യൂ മന്ത്രി K രാജന് പവിത്രനെ സസ്പെൻഡ് ചെയ്യുവാൻ ഉത്തരവിടുകയായിരുന്നു. അന്വേഷണ വിധേയമായാണ് സസ്പെൻഡ് ചെയ്തിരുന്നത്. ന്യൂസ് ഡെസ്ക് ZED ന്യൂസ്. ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷൻ ആസ്ഥാനത്ത് ഇസ്രയേൽ ആക്രമണം. തത്സമയ സംപ്രേഷണത്തിനിടെ മിസൈൽ ആക്രമണമുണ്ടായി. ആക്രമണത്തിന് ശേഷവും ഇറാന്റെ ഔദ്യോഗിക ചാനൽ സംപ്രേഷണം നിർത്തിയില്ല. ആക്രമണത്തിന് പിന്നാലെ ചാനൽ വീണ്ടും പ്രക്ഷേപണം പുനരാരംഭിച്ചു. ഇറാന്റെ ഔദ്യോഗിക ചാനലായ IRIB ചാനലിന് നേരെയാണ് ആക്രമണം നടന്നത്. ഇസ്രയേലുമായുള്ള സംഘർഷം തുടരുന്നതിനിടെ ഇറാനിലെ ഇന്ത്യന് വിദ്യാർത്ഥികളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിത്തുടങ്ങി. 148 കിലോമീറ്റർ അകലെയുള്ള കോം നഗരത്തിലേക്കാണ് മാറ്റുന്നത്. ഇവിടെ നിന്നും അർമേനിയൻ അതിർത്തി വഴി വിദ്യാർത്ഥികളെ മാറ്റാനാണ് നീക്കം. UDFന്റെ കുറച്ചു വോട്ട് PV അൻവറിന് പോയേക്കാമെന്ന് രമേശ് ചെന്നിത്തല. 9 വർഷം MLA ആയതുകൊണ്ട് അൻവര് കുറച്ചു വോട്ട് പിടിക്കും. അൻവര് കൂടുതലും പിടിക്കുക LDFന്റെ വോട്ട് ആയിരിക്കുമെന്നും രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. അന്തരിച്ച മുൻ DCC പ്രസിഡന്റ് VV പ്രകാശിന്റെ വീട് സന്ദർശിച്ച് LDF സ്ഥാനാർത്ഥി M സ്വരാജ്. അടുപ്പമുള്ളവരോട് വോട്ട് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് M സ്വരാജ് പറഞ്ഞു. സൗഹൃദ സന്ദർശനമെന്ന് സ്വരാജ് വ്യക്തമാക്കി.
ഇസ്രയേലുമായുള്ള സംഘർഷത്തില് ഇറാന് വിജയിക്കാന് പോകുന്നില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന് ഇസ്രയേല് സംഘർഷം രൂക്ഷമാകുന്നതിനിടെയാണ് പ്രതികരണം. വളരെ വൈകുന്നതിന് മുൻപ് ചർച്ചകൾ പുനരാരംഭിക്കണമെന്നാണ് ട്രംപ് ആവശ്യപ്പെടുന്നത്. കാനഡയിൽ നടക്കുന്ന G7 ഉച്ചകോടിക്ക് മുന്നോടിയായാണ് ട്രംപിന്റെ പ്രതികരണം. തിരുവനന്തപുരം കരമനയിൽ ആത്മഹത്യ ചെയ്ത ദമ്പതികളുടെ കടമെഴുതി തള്ളാൻ തീരുമാനം. പ്രതിഷേധക്കാരും ബാങ്ക് അധികൃതരും നടത്തിയ ചർച്ചയിലാണ് തീരുമാനമുണ്ടായത്. ആത്മഹത്യയ്ക്ക് കാരണം ബാങ്ക് അധികൃതരെന്ന് ആരോപിച്ചാണ് VSDPയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ഇടുക്കി പൊന്മുടി ഡാമിന്റെ ഷട്ടർ തുറന്നു. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഡാമിന്റെ ഒരു ഷട്ടറാണ് 20 സെന്റിമീറ്റർ വരെ ഉയർത്തിയത്. പന്നിയാർ പുഴയിലേക്കാണ് വെള്ളം തുറന്നുവിട്ടത്. പുഴയുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക് ZETCO ന്യൂസ്. ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷൻ ആസ്ഥാനത്ത് ഇസ്രയേൽ ആക്രമണം. തത്സമയ സംപ്രേഷണത്തിനിടെ മിസൈൽ ആക്രമണമുണ്ടായി. ആക്രമണത്തിന് ശേഷവും ഇറാന്റെ ഔദ്യോഗിക ചാനൽ സംപ്രേഷണം നിർത്തിയില്ല. ആക്രമണത്തിന് പിന്നാലെ ചാനൽ വീണ്ടും പ്രക്ഷേപണം പുനരാരംഭിച്ചു. ഇറാന്റെ ഔദ്യോഗിക ചാനലായ IRIB ചാനലിന് നേരെയാണ് ആക്രമണം നടന്നത്. ഇസ്രയേലുമായുള്ള സംഘർഷം തുടരുന്നതിനിടെ ഇറാനിലെ ഇന്ത്യന് വിദ്യാർത്ഥികളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറിത്തുടങ്ങി. 148 കിലോമീറ്റർ അകലെയുള്ള കോം നഗരത്തിലേക്കാണ് മാറ്റുന്നത്. ഇവിടെ നിന്നും അർമേനിയൻ അതിർത്തി വഴി വിദ്യാർത്ഥികളെ മാറ്റാനാണ് നീക്കം. UDFന്റെ കുറച്ചു വോട്ട് PV അൻവറിന് പോയേക്കാമെന്ന് രമേശ് ചെന്നിത്തല. 9 വർഷം MLA ആയതുകൊണ്ട് അൻവര് കുറച്ചു വോട്ട് പിടിക്കും. അൻവര് കൂടുതലും പിടിക്കുക LDFന്റെ വോട്ട് ആയിരിക്കുമെന്നും രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. അന്തരിച്ച മുൻ DCC പ്രസിഡന്റ് VV പ്രകാശിന്റെ വീട് സന്ദർശിച്ച് LDF സ്ഥാനാർത്ഥി M സ്വരാജ്. അടുപ്പമുള്ളവരോട് വോട്ട് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് M സ്വരാജ് പറഞ്ഞു. സൗഹൃദ സന്ദർശനമെന്ന് സ്വരാജ് വ്യക്തമാക്കി. ഇസ്രയേലുമായുള്ള സംഘർഷത്തില് ഇറാന് വിജയിക്കാന് പോകുന്നില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന് ഇസ്രയേല് സംഘർഷം രൂക്ഷമാകുന്നതിനിടെയാണ് പ്രതികരണം. വളരെ വൈകുന്നതിന് മുൻപ് ചർച്ചകൾ പുനരാരംഭിക്കണമെന്നാണ് ട്രംപ് ആവശ്യപ്പെടുന്നത്. കാനഡയിൽ നടക്കുന്ന G7 ഉച്ചകോടിക്ക് മുന്നോടിയായാണ് ട്രംപിന്റെ പ്രതികരണം. തിരുവനന്തപുരം കരമനയിൽ ആത്മഹത്യ ചെയ്ത ദമ്പതികളുടെ കടമെഴുതി തള്ളാൻ തീരുമാനം. പ്രതിഷേധക്കാരും ബാങ്ക് അധികൃതരും നടത്തിയ ചർച്ചയിലാണ് തീരുമാനമുണ്ടായത്. ആത്മഹത്യയ്ക്ക് കാരണം ബാങ്ക് അധികൃതരെന്ന് ആരോപിച്ചാണ് VSDPയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ഇടുക്കി പൊന്മുടി ഡാമിന്റെ ഷട്ടർ തുറന്നു. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഡാമിന്റെ ഒരു ഷട്ടറാണ് 20 സെന്റിമീറ്റർ വരെ ഉയർത്തിയത്. പന്നിയാർ പുഴയിലേക്കാണ് വെള്ളം തുറന്നുവിട്ടത്. പുഴയുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക് ZETCO ന്യൂസ്.